എന്തൊക്കെ ഏടി ഷർട്ട് എടുത്ത് ഷേപ്പ് ആക്കി ഫാന്റ് കൊറേ നിക്ക എന്റെ വീട്ടില്. അത് ശരി. ഐസ്ക്രീം വാങ്ങി തരും. അരിക്കരുത്. ഫോട്ടോ എടുക്കുന്ന ഇടയിലൊക്കെ വ്ലോഗ് എടുക്കാൻ മറന്നു. പെരുന്നാൾ വ്ലോഗ് ബഹുമാന്യരായ മഹല്ല് നിവാസികളെ, കൊള്ളൽ മാസക്കുറവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മുടെ മഹല്ലിൽ പെരുന്നാളായിരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അമ്പിക്കുട്ടി അജുവിന് വീഡിയോ കോളിലാണ് ഗൈസ്. അജുനെ കാണിച്ചെടുത്ത പിന്നെ അതാലോ അവിടുത്തെ പെരുന്നാള്. പ്രത്യേകിച്ച് എങ്ങനെ നിങ്ങൾക്കിപ്പോ 30 നോമ്പിട്ടില്ലേ? ഞങ്ങൾക്ക് 29 ഇവിടൊക്കെ മടിയന്മാരാണി. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും ഒരു നോമ്പ് തോൽക്കാൻ മടിയാണ്. അല്ല നമ്മളിതാ ചിരിച്ചിന്. എങ്ങനെ ഇവിടെ എല്ലാരേ 29 30 മാസം കണ്ടാ മതി വെച്ചാൽ എല്ലാവരും ആവേശത്തിൽ കാത്തിക്കും. അവര് 10 പറ്റിട്ടോ. അമ്മക്കുട്ടി മേസക്കുത്തിരിയൊക്കെ കത്തിച്ചാ നിക്കാ. വലിയ മേസക്കുത്തിരി നമ്മള് കത്തിച്ചൂലോ. എങ്ങനെ ആ വാങ്ങിന് കുട്ടികളെ സന്തോഷല്ല നമ്മളെ സന്തോഷോ അല്ലല്ലോ. ഞാൻ തോക്കൊക്കെ വാങ്ങിന് മറ്റേ പൊട്ടിച്ചാന്. പൊട്ടിച്ചാനാ മറ്റേ ഇട്ടാപ്പൊട്ടി കഴിഞ്ഞു പൊട്ടിച്ചാന്. പിന്നെ ചക്ര ഉണ്ട്, മേശപ്പൂവുണ്ട്, കളർ പൂത്തിരി ഉണ്ട്. ഉണ്ടത് വാങ്ങിയില്ല. നമുക്ക് കുട്ടികളെ മനസ്സാണ്. ചെരുപ്പിടി രസല്ലേ? പൊടി പൊടിയിട്ടിപ്പോ കഴിയൂ. അടിയിലേക്ക് പൊടി, അടിയില് പൊടി, അവിടെ പൊടി. പൊടി മുട്ടേ ആയില്ല. പുഷ്പത്തരട്ടോ ഈ രണ്ടും ഒപ്പം കടിയിട്ട് രസമുണ്ടോ? ചടി കച്ചി നിങ്ങൾ കളിക്കുക. ചിരിച്ചും ചേച്ചി രണ്ട് കത്തി ചിരിച്ച് പൊന്തിച്ചോട്ടാ
അടിക്കൂട് വെച്ചാലേ കേട്ടോ സൂപ്പറാ തുടക്കി അത് പിടിച്ചൂടെ മേത്തട്ടല്ലോ പൊണ്ണു സൂപ്പറല്ലേ അടി അടി ഇപ്പൊ കഴിഞ്ഞു ഹത്തമോ അല്ലേ കഴിഞ്ഞില്ലേ ഹലോ ഗൈസ്, ഐഷു ബക്കറ്റ് ബിരിയാണി പൊട്ടിക്കുകയാണ്. ബക്കറ്റ് നോക്കട്ടെ, പെരുന്നാളിൽ പാലസിലെ സ്പെഷ്യൽ ബക്കറ്റ് ബിരിയാണി. പാലസിൽ കുട്ടു അത് പോയി പോയി പോയി. ബിരിയാണി മറിക്കാൻ ഐഷ കേട്ടോ. ഐഷു ഇങ്ങനെ മറിക്കലേ, നീ മറിക്കണ്ടല്ലേ, എന്നാ ഞാൻ കഴിക്കല്ലേ. ഗൈസ് ഒന്നും വിചാരിക്കരുത്, ഫോട്ടോ എടുക്കുന്ന ഇടയിലൊക്കെ വ്ലോഗ് എടുക്കാൻ മറന്നു. പെരുന്നാൾ വ്ലോഗ് മൊത്തത്തില് മൂഞ്ചി ഗൈസ്, മൂഞ്ചി. സത്യം പറഞ്ഞ ഓർമ്മ പെരുന്നാൾ നൈസായി അടിപൊളിയായി, പക്ഷെ വ്ലോഗ് മൂഞ്ചി. ഞങ്ങൾ എന്താ വെച്ചാൽ വ്ലോഗ് എടുക്കാനില്ല, പെരുന്നാൾ ഞങ്ങൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ പെരുന്നാൾക്ക് എന്തെങ്കിലും വ്ലോഗ് എടുക്കും, പക്ഷെ പെരുന്നാൾ കാണുന്ന രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് പെരുന്നാൾ എൻജോയ് ചെയ്തപ്പോ വ്ലോഗ് എടുക്കാൻ മറന്നുപോയതാ. മറന്നു പോയി ചെയ്തതിന് കുറെ നമ്മൾ ഒഴിവാക്കി ചെയ്തു. വീട്ടിൽ നമ്മളാ ഫുഡ് റെഡി ആക്കുന്ന ടൈമിനൊക്കെ ഓരോ കോമഡി ആസ്വദിച്ച് അങ്ങനെ പോയി. അതല്ലേ നല്ല. അപ്പൊ ഏതായാലും പെരുന്നാള് കഴിഞ്ഞടാ, ഇതിനപ്പം പെരുന്നാള് ഡ്രസ് എടുത്ത് അതിക്ക് മേശ തട്ടം തെരഞ്ഞ് കണ്ടുപിടിച്ച് എന്തൊക്കെ ഷർട്ട് എടുത്ത് ഷേപ്പ് ആക്കി ഫാന്റ് കൊറേ ഒരു കടയിൽ പോയി കിട്ടി, പിന്നെ അടുത്ത കടയിൽ പോയി തെരഞ്ഞ് കണ്ടുപിടിച്ച് എന്താപ്പ ഉണ്ടായി. പെരുന്നാൾസ്കാരം കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ച് അമ്രികളാണ് നോക്ക് ജാന പോണതാ പരിപാടി വരാനായിട്ടോ. കണ്ടില്ലേ കണ്ടോ അവിടെ ഉണ്ടോ വെള്ളം. നമ്മള് വ്ലോഗിന്റെ ഇടയിൽ ഇതിന്റെ അടിയിൽ ഒരു പാട്ട് കുടിപ്പോയി, സൗണ്ട് ശരിയല്ലോ. അപ്പൊ ഇനി നമ്മൾ എവിടക്കപ്പോ പോണ മുത്തേ? എവിടക്കാണേ? ആന്റിന്റെ വീട്ടിക്ക് അല്ലേ? ആന്റിന്റെ വീട്ടിക്ക് ഇപ്രാവശ്യം പോകാൻ കുറച്ച് നേരം വൈകി, കാരണം ഫോട്ടോ എടുക്കാൻ. കാരണം മെയിൻ ആയിട്ട് നമ്മള് പെരുന്നാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് കാര്യമായിട്ട്. വേറെ നടക്കുക പിന്നെ കുറച്ച് കുടുംബ സന്ദർശനം. കാരണം പെരുന്നാക്ക് നമ്മൾ എന്താ അറിയോ, എന്താ പറയാ മുത്തേ, ഐസ്ക്രീം വാങ്ങി തരും. അപ്പൊ അമ്മക്കുട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അമ്മക്കുട്ടി നല്ല ഫോട്ടോസ് ഒക്കെ നമുക്ക് നമ്മളെ കുറച്ച് ഫോട്ടോസ് ഇത് കാണിച്ചു കൊടുക്കും, അതേപ്പോ നടക്കുള്ളൂ. ഫോട്ടോസ് കാണിച്ചു അമ്മക്കുട്ടിന്റെ നല്ല അടിപൊളി ഫോട്ടോസുകൾ ഉണ്ട്. ഇന്റേതും ഉണ്ട്, ഐശുന്റെ കേട്ടോ. ഇന്ത്യ എടുത്തില്ല ഒരൊറ്റൊന്നും. ഞാൻ വെറുതെ അറിയാൻ കാര്യം കണ്ട ഞാൻ നീ ഇപ്പൊ ഐശുന്റെ ഫോട്ടോ എടുത്തില്ല ഇവിടെ അടിയിട്ടുണ്ട്, നല്ല ഫോട്ടോ ഉണ്ട്. മാത്രം എടുത്താണ്ട് ഇന്ത്യ ആകെ ഒരൊറ്റൊന്നുണ്ട്. സംഭവത്തിൽ ഞാൻ ഇങ്ങനെ ലേക്ക് ഉദ്ദേശിച്ചു, ശനിയാഴ്ച പെരുന്നാളാവുക. ശനിയാഴ്ച പെരുന്നാളായാൽ പിന്നെ സൺഡേ എനിക്ക് ലീവാണ്. അപ്പൊ അന്ന് ഞാൻ ഫ്രീ ആവും, ഒന്ന് എൻജോയ് ചെയ്യാം. എന്താ പറയുക, നെക്സ്റ്റ് ഡേ നമുക്ക് എന്താ ഒന്ന് ഫ്രണ്ട്സുകളുടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നമുക്കൊരു ലാവിഷ് കിട്ടുമെന്ന് വിചാരിച്ചു. ഇതിപ്പോ ഫ്രൈഡേ പെരുന്നാൾ, ഇനിയിപ്പോ നാളെ ജോലിക്ക് പോകണം. നാളെ ഡ്യൂട്ടി ഉണ്ട്, അതിന് പോണം. പിന്നെ ഇപ്പൊ പിന്നെ പിറ്റേ ദിവസം ലീവ്. ആ ഒരു മൂടോട് പോയി.
സ്വയം. ഇങ്ങനെ ആയാലും ഇനിയിപ്പോ ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച പണിക്കോട്ടെ. ഓ എന്നാലും ശനിയാഴ്ച ഞായറാഴ്ച ലീവ് കിട്ടുമ്പോ സുഖമായി. പക്ഷെ എനിക്ക് എന്തുകൊണ്ടും പെരുന്നാള് പോയി. പക്ഷെ ഇല്ലേ എനിക്ക് എന്തുകൊണ്ടും വെള്ളിയാഴ്ച പെരുന്നാളായതാണ് സുഖം. എന്താ എനിക്ക് ശനി ഞായറും നിക്കാ എന്റെ വീട്ടില്. അത് ശരി. തിങ്കളാഴ്ച അവർക്ക് ക്ലാസ് ഉണ്ട്. അതാണ് ഈ ഒരു മൂഡ് വല്ലാത്ത സാധനം കേട്ടോ. അതാ വല്ലാത്ത കാര്യം. എല്ലാവരും കിട്ടിയേ. അതുകൊണ്ട് എന്തായി ഇപ്പൊ ശനിയാഴ്ചയാണ് പെരുന്നാൾ എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? ഞാൻ ഞായറാഴ്ച ആണ് പോലും കൊട്ടേക്ക് പോകാൻ. തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ എന്താ ഉണ്ടാവല്ലേ പിറ്റേന്നാണ് എന്റെ അമ്മാനോടെ പെരുന്നാൾ പരിപാടി ഉണ്ടാവല്. അപ്പൊ എനിക്ക് അതിന് കൂടാൻ പറ്റില്ല. പക്ഷെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് എനിക്ക് നാളെ പരിപാടിക്ക് കൂടാ. മനസ്സിലായോ? തിരിഞ്ച അതാണ്. ഏതായാലും റമദാനും കഴിഞ്ഞ്. പക്ഷെ റമദാൻ എത്ര പെട്ടെന്ന് പോയി. ആലോചിക്കാം, സാധാരണ നമ്മൾ ഈ നേരം നോമ്പ് തുറക്കിക്കാറ്. ഇന്നലെ രാത്രി ശ്വാസ് കഴിച്ചപ്പോ നീയത്തൊക്കെ എന്ന് ശ്വാസ് ആലോചിക്കാം തറാവീഹ് ആ ഒരു ടൈമ്. പിന്നെന്താ പറയാ, അപ്പൊ ആളുകൾ പള്ളിക്കൊക്കെ പോകണപ്പോ റമദാൻ മാസത്തിന്റെ ഒരു മെയിൻ ഇങ്ങനെ അതൊരു മനസ്സിലാക്കാൻ പോണില്ല. സംഭവം നല്ല ഒരു ആ മാസം ഒരു പ്രത്യേക ഒരു ഫീലിംഗ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അല്ലേ. ആ ഫീലിംഗ് നമുക്ക് എല്ലാ മാസവും തറാവി ഉണ്ടാവില്ല എന്നുള്ള എല്ലാ മാസത്തിലും കൊണ്ടുവരാം. പക്ഷെ നമ്മൾ ശ്രമിക്കൂല. അതാണ് പെട്ടെന്ന് ദിവസം പോവുകയും ചെയ്തല്ലേ. അപ്പൊ ഏതായാലും ഗൈസ് ഞങ്ങള് മോളിയുടെ വീട്ടിലേക്ക് പോവാണ്. അതായത് അയ്മക്കുട്ടിയുടെ ആന്റി മൈസീസ് ഐശ്വര്യ നാത്തൂൻ അല്ലേ. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വൈകുന്നു. നേരം വൈകിയൊന്നുമല്ല, ഞങ്ങളൊന്ന് ഉറങ്ങിപ്പോയി. ഇന്നലെ നൈറ്റ് കുറച്ച് ഉറക്കി 3 മണി 3:15 അപ്പൊ ഞാനൊന്ന് പുറത്ത് പോയി. പിന്നെ ഇപ്പൊ നേരം വൈകി. പിന്നെ നമ്മുടെ അമ്പിക്കുട്ടിയുടെ കൂടെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ കത്തിച്ച് ടൈം ചെലവഴിച്ചല്ലേ. പിന്നെ അതൊക്കെയല്ലേ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് രാവിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ഫുഡ് കഴിച്ച് ചുമ്മാ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം പറയും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളൊക്കെ സ്വീകരിച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് മറ്റുള്ള വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി. മറ്റുള്ള വീട് പറഞ്ഞാല് ഒന്ന് നമ്മുടെ ഒരു കസിന്റെ വീട്ടിൽ പോയി, നമ്മുടെ മോളിന്റെ വീട്ടിൽ പോയി, വേറെ വീട്ടിൽ പോകാണ്ട് ഐശ്വര്യ വീട്ടിൽ പോയി, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസുകൾ എടുത്തില്ലേ, കുറച്ചല്ല കുറച്ചധികം ഫോട്ടോസ് എടുത്താൽ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഐശ്വ. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ പെരുന്നാൾ ദിവസം ചെലവഴിച്ചത്, എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്ത് പെരുന്നാൾ എന്നൊക്കെ നിങ്ങളൊന്ന് നൈസായിട്ടൊന്ന് ചുരുങ്ങിയ വാക്യത്തിൽ ചുരുങ്ങിയ രീതിയിൽ ഒന്ന് കമന്റ്. വായിക്കണ കാര്യത്തിൽ പണ്ടേ ഉഷാറ. കാരണം ചില ദിവസം ഗൈസ് ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ വരുമ്പോ ഇവിടെ എനിക്ക് വേണ്ടൊക്കെ ചെയ്തു തരും കേട്ടോ. പക്ഷെ അങ്ങനല്ല, ഐശോ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഫുഡ് കഴിച്ചോളി, ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കല്ലേ, ഇതൊക്കെ ചെയ്യും. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. നിങ്ങളുടെ നല്ല സംസാരം, നമ്മൾ പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുക. പെട്ടെന്ന് ചെറിയൊരു ഗ്യാപ്പ് ഞാൻ എങ്ങോട്ടെങ്കിലും തീർച്ചയായും അതിൻ്റെ ഇടയിൽ കാണാം ഞാനൊരു ഫോൺ തോന്നി. അപ്പൊ സംഭവം എന്താ, എന്താ ഇഷ്യൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റ് 2 മിനിറ്റ് ഫോൺ. ഞാനൊക്കെ മെസ്സേജ് വരെ എടുത്തു നോക്കണമായിരിക്കാം. നോവല് വായിക്കുകയാണ് നോവല് വായിക്കാലോ. ഞാൻ 2 മിനിറ്റ് 3 മിനിറ്റ് എടുത്തിട്ട് നോവൽ ഇങ്ങനെ വായിക്കാം. സംഭവം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഐഷ്യൂ ആണ്. എനിക്ക് മെസ്സേജ് ആരും അയക്കലില്ല അറിയരുത്. എന്റെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് രണ്ടാക്കും ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്നത് നമ്മൾ രണ്ടാളും തന്നെ അല്ലേ. ചൂട്ടിയൊന്നും മിണ്ടാത്തേ നമ്മൾ എന്റെ പോണേ. അപ്പൊ ഗൈസ് ഞങ്ങള് അമ്മിക്കുട്ടിയുടെ ആന്റിയുടെ വീട്ടിൽ എത്താനായി കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മോളിന്റെ വീട്ടില്. അപ്പൊ ഞങ്ങൾ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യാണെന്ന് ഞങ്ങൾ പറയണേ, പക്ഷേ പറയാൻ പറ്റുക ചിലപ്പോ ഞങ്ങൾക്ക് ഇടയിൽ ഏതെങ്കിലും എടുക്കണമെങ്കിൽ തോന്നാൻ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അവസാനിപ്പിക്കല്ലേ, ലാഗ് അടുപ്പിച്ച് ഓരോ ചടപ്പിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മോളിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഐശുവിന്റെ കസിന് വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.